എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കന്യകമാരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അതെ, അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കന്യകയായിരിക്കുക എന്നത് ഏത് പെൺകുട്ടിയും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതെ, വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടി കന്യകയാണോ എന്നത് ഏതൊരു പുരുഷനെയും അലട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ മുമ്പ് ഇതിനേറെ പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കന്യകത്വത്തെക്കുറിച്ച് ധാരാളം അറിവുകൾ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ലെന്ന് പലർക്കും മനസ്സിലായി. പല വിധത്തിലൂടെയും കന്യകത്വം നഷ്ടപ്പെടാം. സെക്സിലൂടെ മാത്രമല്ല, മിതമായ കായികാധ്വാനത്തിലൂടെ. ചിലർക്ക് ജന്മനാ തന്നെ കന്യകത്വം നഷ്ടപ്പെട്ട രൂപത്തിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കന്യകത്വത്തിന് വലിയ വിലയൊന്നും ഇന്നത്തെ കാലത്തില്ല. എങ്കിലും കന്യകയായിരിക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് ഗർഭധാരണം എന്നൊരു പേടിയില്ല. കന്യാചർമ്മം ഉള്ളിടത്തോളം കാലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കരുതി ഗർഭധാരണം സംഭവിക്കില്ല. അതുപോലെ തന്നെ അടുത്തതായി ലൈംഗിക രോഗങ്ങളായ HIV പോലെയുള്ളവ പിടിപെടാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല. അഥവാ കന്യകയായുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇത്തരം ലൈംഗിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല. അടുത്തതായി ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത ഉണ്ടാകുന്നു. അതെ, വിവാഹത്തിന് മുൻപുള്ള പ്രണയ ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുന്നവർക്ക് തീർച്ചയായും അവരുടെ പ്രണയ ജീവിതം കൂടുതൽ മികവുറ്റതായിരിക്കും. എന്നാൽ പ്രണയ ജീവിതത്തിൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ പലതരത്തിലുള്ള നിരാശയിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിമാറാം. എങ്കിലും കന്യകയായ ഒരു സ്ത്രീക്ക് വിവാഹത്തിന് മുൻപ് എത്ര തന്നെ ബന്ധമുണ്ടെങ്കിലും അവൾ കന്യകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആദി ഉണ്ടാകുന്നില്ല. അതുപോലെ ആണിന്റെ ഏറ്റവും വലിയ സന്തോഷവും ആത്മാഭിമാനവും അവളുടെ കന്യകത്വം താൻ മൂലം നഷ്ടപ്പെടുന്ന ആ സുദിനമാണ്, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ ആദ്യ രാത്രി. ഇതാ പുരുഷന് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം തോന്നിപ്പിക്കുന്ന കാര്യമാണ്. എത്ര കുത്തൊഴിഞ്ഞ പുരുഷനാണെങ്കിലും അവൻക്ക് ലഭിക്കുന്ന ഇണം അവൾ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കണമെന്നാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുക. അതിൻ്റെ അടയാള ചിഹ്നമായിട്ടുള്ള കന്യകത്വം അന്നേ ദിവസം നഷ്ടപ്പെടുന്നത് ആ പുരുഷന് ഏറെ ആത്മാഭിമാനം കൊള്ളിക്കുന്ന, സന്തോഷം കൊള്ളിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയത്തിൽ പിന്നീട് അവന് യാതൊരു ആശങ്കയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസിക അടുപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കന്യകത്വം സൂക്ഷിക്കുന്ന പെൺകുട്ടിയെ മാലാഖയായാണ് രൂപവൽക്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കന്യകത്വത്തിന് ഏറെ വിലയുള്ള കാലത്ത് അവൾ മാലാഖ തന്നെയായി മാറുന്നു.